ഇന്ത്യൻ സംഗീത ലോകത്തെ ഏറ്റവും പ്രശസ്തൻ മാത്രമല്ല, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള മ്യൂസിഷ്യൻ കൂടിയാണ് AR റഹ്മാൻ. വ്യക്തിജീവിതത്തിലും പൊതുജീവിതത്തിലും പൊതുവെ ജെന്റിൽമാൻ എന്നറിയപ്പെടുന്ന AR റഹ്മാൻ ഭാര്യ സൈറ ബാനുവിൽ നിന്ന് പിരിയുന്നുവെന്ന വാർത്ത ഞെട്ടലോടെയാണ് ഇന്ത്യൻ സിനിമാ ലോകം കേട്ടത്. പറയത്തക്ക ഒരു പ്രശ്നവും ഇവർ തമ്മിലില്ലെന്നും സ്വന്തമായി ബിസിനസ് ചെയ്ത് സാമ്പത്തികമായി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള സൈറയുടെ നീക്കമാണ് ഇവർ തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കിയത് എന്നാണ് ചില തമിഴക മാധ്യമങ്ങൾ പറയുന്നത്. ഇതോടെ 2000 കോടിയോളം ആസ്തിയുള്ള റഹ്മാൻ ഭാര്യയ്ക്ക് എത്ര കോടി കൊടുക്കേണ്ടി വരും എന്നതിനെക്കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. അനിരുദ്ധ് രവിചന്ദ്രൻ കയറി വരുന്നതുവരെ ഇന്ത്യയിലെ ഏറ്റവും പ്രതിഫലം പറ്റുന്ന സംഗീത സംവിധായകനായിരുന്നു ചെന്നൈ മൊസാർട്ട്. ഒരു സിനിമയ്ക്ക് 10 മുതൽ 12 കോടി രൂപ വരെയാണ് AR റഹ്മാൻ വാങ്ങിക്കൊണ്ടിരുന്നത്. എന്നാൽ വേട്ടയ്യൻ സിനിമയ്ക്ക് 20 കോടി വാങ്ങിക്കൊണ്ട് അനിരുദ്ധ് ആ റെക്കോർഡ് ഭേദിച്ചു. പക്ഷേ പ്രതിവർഷം 200 കോടിയോളം രൂപ ശമ്പള ഇനത്തിൽ മാത്രം റഹ്മാൻ കൈപ്പറ്റുന്നുണ്ട്. ഈ രീതിയിലുള്ള വരുമാനം ഇന്ത്യയിലെ ഒരു മ്യൂസിഷ്യനുമില്ല. 2000 കോടി രൂപയിലേറെയാണ് AR റഹ്മാൻ്റെ ആസ്തി. മറ്റ് സംഗീത സംവിധായകരുടെ പാട്ടുകളിൽ പാടുന്നതിന് 1 കോടി രൂപയാണ് റഹ്മാൻ ഈടാക്കുന്നത്. ഇതുകൂടാതെ സ്റ്റേജ് ഷോ, പരസ്യം എന്നിവയിൽ നിന്നെല്ലാം വലിയൊരു തുക തന്നെ റഹ്മാൻ പ്രതിവർഷം സ്വന്തമാക്കുന്നുണ്ട്. മുംബൈയിൽ ഒരു ആഡംബര വീട്ടിലാണ് AR റഹ്മാൻ താമസിക്കുന്നത്. 2001 AR റഹ്മാൻ ഈ ആഡംബര ഭവനം വാങ്ങിയത്. ഈ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയുടെ ഏകദേശം മൂല്യം 15 കോടി രൂപയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ചില ആഡംബര കാറുകളും അദ്ദേഹത്തിൻ്റെ ഗാരേജിലുണ്ട്. ജാഗ്വാർ, മെഴ്സിഡസ്, വോൾവോ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കാറുകളിലെ പ്രധാനികൾ. ഓരോ കാറിനും ഏകദേശം 1 കോടി മുതൽ 1.5 കോടി വരെ വില വരും എന്നാണ് കണക്ക്. സൈറയുമായുള്ള ബന്ധം വേർപ്പെടുത്തിയതോടെ ഇന്ത്യൻ സിനിമാ ലോകത്തെ ഏറ്റവും ചെലവേറിയ വിവാഹമോചനങ്ങളിലൊന്നായി ഇത് മാറുമോ എന്നാണ് ചർച്ച. AR റഹ്മാനും ഭാര്യ സൈറയും തമ്മിൽ വേർപിരിയുന്നതിനെക്കുറിച്ച് സൈറയുടെ അഭിഭാഷക വന്ദന ഷാ ആണ് പ്രസ്താവനയിൽ അറിയിച്ചത്. വർഷങ്ങളായുള്ള വിവാഹ ജീവിതത്തിനൊടുവിൽ AR റഹ്മാനുമൊത്തുള്ള വിവാഹമോചനം എന്ന ഏറെ പ്രയാസകരമായ തീരുമാനത്തിൽ സൈറ എത്തിയിരിക്കുകയാണ്. ഇരുവർക്കുമിടയിലുള്ള വൈകാരിക ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നതെന്ന് പ്രസ്താവനയിൽ അഭിഭാഷക അറിയിച്ചു. 29 വർഷത്തെ ദാമ്പത്യമാണ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നതായി സൈറ ബാനു വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. ഇരുവരും തമ്മിലുള്ള വൈകാരിക സംഘർഷങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നില്ല. പരസ്പര സ്നേഹം നിലനിൽക്കുമ്പോഴും അടുക്കാനാകാത്ത വിധം അകന്നുപോയി എന്നാണ് സൈറ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. 1995 AR റഹ്മാനും ഭാര്യ സൈറയും വിവാഹിതരാകുന്നത്. വിവാഹത്തിൻ്റെ 30ാം വാർഷികം ആഘോഷിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നും എന്നാൽ അപ്രതീക്ഷിതമായി കാര്യങ്ങൾ മാറിമറിഞ്ഞു എന്നുമാണ് റഹ്മാൻ വിവാഹമോചനം സ്ഥിരീകരിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടത്. 3 കുട്ടികളാണ് ഇരുവർക്കുമുള്ളത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.